സ്പേഡെക്സ് ഉപഗ്രഹങ്ങൾ തമ്മിലുള്ള അകലം 1.5 കിലോമീറ്ററായി. നാളെ 500 മീറ്ററിലേക്ക് അകലം കുറയ്ക്കും. രണ്ട് ഉപഗ്രഹങ്ങളും ഒരേ ദിശയിൽ തുല്യ അകലത്തിൽ ഭൂമിയെ വലം വയ്ക്കുകയാണ്. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, നമുക്കറിയാം ഉപഗ്രഹ തലത്തിൽ വലിയ നേട്ടം തന്നെയാണ് ഇപ്പോൾ കൈവരിച്ചിട്ടുള്ളത്. സ്പേഡെക്സ് ഉപഗ്രഹങ്ങൾ തമ്മിലുള്ള അകലം 1.5 കിലോമീറ്ററായി കുറയ്ക്കാൻ കഴിഞ്ഞിരിക്കുന്നു. നാളെ 500 മീറ്ററിലേക്ക് ഈ അകലം കുറയ്ക്കും. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, 500 മീറ്റർ വരെയുള്ള ദൂരം അകലം കുറയ്ക്കുന്നതിനെ സാധ്യമായിരുന്നു നേരത്തെ തന്നെ. ഇക്കഴിഞ്ഞ ദിവസവും 2 ദിവസം മുമ്പും ഇത്തരത്തിൽ ഡോക്കിങ്ങിന് മുന്നോടിയായുള്ള ഈ പരീക്ഷണം സാധ്യമാകുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് 500 മീറ്ററിൽ നിന്നും 225 മീറ്ററിലേക്ക് ചുരുക്കുന്നതിനിടെയാണ് അത് ആ പ്രൊപ്പൽഷൻ കുറെ കൂടി ശക്തമായ പ്രൊപ്പൽഷൻ ഉണ്ടാവുകയും പ്രതീക്ഷിച്ചതിൽ കൂടുതൽ ഈ സ്പേഡെക്സിന്റെ ചേസർ, അതായത് ടാർഗറ്റിൽ ചെന്ന് ഉറപ്പിക്കുന്ന രണ്ടാമത്തെ ഉപഗ്രഹം കുറെ കൂടി മുന്നോട്ട് നീങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഡോക്കിംഗ് അടിയന്തരമായി മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തത്. അല്ലെങ്കിൽ 9-ാം തീയതി രാവിലെ നടക്കേണ്ട ഡോക്കിംഗ് നീട്ടിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകില്ലായിരുന്നു. അത്തരത്തിലൊരു ഡോക്കിംഗ് നടക്കുന്ന ആ ഒരു രീതിക്ക് സാങ്കേതികമായി തികവോടുകൂടി ചെയ്യുന്നതിന് വേണ്ടി കൃത്യമായ അകലം പാലിക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായാണ് ഈ ഡോക്കിംഗ് സമയം നീട്ടിവെച്ചത്. വീണ്ടും നാളെ, ഇപ്പോൾ നിലവിൽ അത് 1.5 കിലോമീറ്റർ, 1.5 കിലോമീറ്റർ അകലത്തിൽ കൃത്യമായി 470 മീറ്റർ ഉയരത്തിൽ ഭൂമിയെ വലം വെച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഉപഗ്രഹങ്ങൾ. രണ്ട് ഉപഗ്രഹങ്ങളും ഒന്നിന് പുറകെ ഒന്നായി വലം വെച്ചുകൊണ്ടിരിക്കുന്നു. നാളെ ഇത് 500 മീറ്ററിലേക്ക് ചുരുക്കും. നേരത്തെ നമ്മൾ കണ്ടതുപോലെ 500 മീറ്റർ വരെ വളരെ സുരക്ഷിതമായി ഇത് അകലം ചുരുക്കാൻ സാധിക്കുന്നുണ്ട് എന്നത് നേരത്തെ തന്നെ തെളിയിക്കപ്പെട്ടതാണ്. നാളെ 500 മീറ്ററിലേക്ക് ചുരുക്കുകയും പിന്നീട് സൗകര്യപ്രദമായ ഒരു സമയത്ത് 225 മീറ്ററിലേക്ക് ചുരുക്കുകയും പിന്നീട് സ്വാഭാവികമായി ചുരുക്കി കൊണ്ടുവന്ന് 10 മീറ്റർ അതുപോലെ തന്നെ 3 മീറ്റർ അവസാന ഘട്ടത്തിൽ ഡോക്കിംഗ് സാധ്യമാവുകയും ചെയ്യുക, കൂട്ടിയോജിപ്പിക്കൽ സാധ്യമാവുകയും. സ്പേഡെക്സ് ഉപഗ്രഹങ്ങൾ തമ്മിലുള്ള അകലം 1.5 കിലോമീറ്ററായി. നാളെ 500 മീറ്ററിലേക്ക് അകലം കുറയ്ക്കും. രണ്ട് ഉപഗ്രഹങ്ങളും ഒരേ ദിശയിൽ തുല്യ അകലത്തിൽ ഭൂമിയെ വലം വയ്ക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൺ ജോസ്.